കെ.എം. മാണിക്കും പി.സി. ജോർജിനുമെതിരെ കടുത്ത വിമർശനവുമായി ഇന്ത്യൻ ഫാമേഴ്സ് മൂവ്മെന്റ് ഇൻഫാം. അധികാരത്തിലിരുന്നപ്പോൾ റബ്ബർ വിലയിടിവിൽ ചെറുവിരലനക്കാത്തവർ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ കാണിക്കുന്ന കർഷക സ്നേഹം കാപട്യമാണെന്ന് ഇൻഫാം പറയുന്നു. ഭൂനികുതി വർദ്ധിപ്പിച്ച സർക്കാർ കർഷകരെ വഞ്ചിക്കുകയായിരുന്നുവെന്നും ഇൻഫാം ആരോപിക്കുന്നു. പേര് പറയാതെ കടുത്ത വിമർശനമാണ് കെ.എം. മാണിക്കും പി.സി. ജോർജിനുമെതിരെ ഇൻഫാം ഉയർത്തുന്നത്. അധികാരത്തിലിരുന്നപ്പോൾ റബ്ബറിന്റെ വിലയിടിവിൽ ചെറുവിരലനക്കാത്തവരും ഭൂനികുതി വർദ്ധിപ്പിച്ച് കർഷകരെ ദ്രോഹിച്ചവരും എം.എൽ.എ. മന്ത്രിസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ കർഷകരെ സ്നേഹിച്ചിറങ്ങിയിരിക്കുന്നതിന്റെ കാപട്യം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനുള്ള ആർജവം കർഷകർക്കുണ്ടെന്ന് ഇൻഫാം പറയുന്നു. വ്യവസായികളെ സഹായിക്കാൻ 300 കോടി എന്ന മോഹന വാഗ്ദാനത്തിൽ കുരുക്കി 12 ലക്ഷത്തോളം കർഷകരെ സർക്കാർ ഒറ്റുകൊടുത്തതായും ഇൻഫാം ആരോപിക്കുന്നു. ധനസഹായം ഉൾപ്പെടെ 180 രൂപയെന്ന അടിസ്ഥാന വില പോലും കൃത്യമായി നൽകാൻ വിലസ്ഥിരതാ പദ്ധതിക്ക് കഴിയുന്നില്ല. പദ്ധതി അംഗമാകാൻ വർദ്ധിപ്പിച്ച ഭൂനികുതി അടച്ച കർഷകരെ സർക്കാർ വഞ്ചിച്ചതായും ഇൻഫാം ഭാരവാഹികൾ പറയുന്നു. 2012 ഒരു ഹെക്ടറിന് 100 രൂപയായിരുന്ന ഭൂനികുതി 2015-16 വർഷത്തിൽ 800 രൂപയായാണ് വർദ്ധിച്ചത്. 3 ലക്ഷം കർഷകരിൽ നിന്നും ഇത്തരത്തിൽ പിടിച്ചെടുത്ത തുക എന്തു ചെയ്തുവെന്നും ഇൻഫാം ചോദിക്കുന്നു. തുടർ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ഡിസംബർ 1 പാലാ ബിഷപ്പ് ഹൗസിൽ യോഗം ചേരുമെന്നും ഇൻഫാം ഭാരവാഹികൾ അറിയിച്ചു. റിപ്പോർട്ടർ, കൊച്ചി.